ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രവിയേട്ടനും രേവതിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശരത്തിൻ്റെ കോള് വരിക. ദേവ ചേച്ചിക്ക് സുഖമില്ല, വിളിച്ചിട്ട് മിണ്ടുന്നില്ല, ഹോസ്പിറ്റലില്ല എന്നൊക്കെ പറഞ്ഞു. അയ്യോ എന്നാ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ എന്നെ ഒന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു. പെട്ടെന്ന് രേവതി ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്നും പറഞ്ഞു ഫോണും കട്ട് ചെയ്ത് ഓടി വന്ന് അച്ഛനോട് പറയാം, ദേവ് ഹോസ്പിറ്റലില്ല. അയ്യോ അവൾക്ക് നമ്മളെ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അറിയില്ല അച്ഛാ, ബോധമില്ല, വിളിച്ചിട്ട് എഴുന്നേൽക്കുന്നില്ലെന്നൊക്കെയാണ് പറയുന്നത്. എനിക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകണം, ഞാൻ ഈ സച്ചേട്ടനെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞോട് രേവതി ഫോൺ എടുത്ത് വേഗം വിളിക്കാം. ദേവുവിന് സുഖമില്ല, അവൾ ഹോസ്പിറ്റലില്ല, അപ്പോൾ അങ്ങോട്ട് ഞാൻ പോവുക എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ദേവുവിന് എന്ത് പറ്റിയെന്ന് ചോദിച്ചു സച്ചി. എനിക്കറിയില്ല സച്ചേട്ടാ, വീട്ടിൽ ബോധമില്ലാണ്ട് കിടക്കുമായിരുന്നു, വിളിച്ചിട്ട് മിണ്ടുന്നില്ലെന്നാണ് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നീ ചുമ്മാ ടെൻഷൻ ആവാതെ രേവതി, ഞാൻ മാനേജറെ കണ്ടു, നാളെ ജോലിക്ക് കയറിയാൽ മതി, പിന്നെ ഹോസ്പിറ്റലിലേക്ക് ഞാനും വരാം, നീ ജംഗ്ഷനിൽ നിന്നാൽ മതി, ഞാനും വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ശരിയെന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് വരാൻ പറഞ്ഞു, വരാമെന്നും പറഞ്ഞു. അപ്പോൾ അങ്ങനെ അതും പറഞ്ഞ് നമ്മുടെ രേവതി അവിടെ നിന്ന് വേഗം ഒന്ന് പോവുകയാണ്. അപ്പോൾ രവിയേട്ടനും ഭയങ്കര ഒരു വെപ്രാളം, അതെന്തായിരിക്കും ആ കൊച്ചിനെ പറ്റിയെന്ന് ഓർത്ത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നമ്മുടെ ദേവുവിനെ കാണാനായിട്ട് അരുണും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവരെല്ലാവരും കൂടി ഇങ്ങനെ അവിടെ നിൽക്കുക, അമ്മയും അരുണും ശരത്തും ഒക്കെ. ദേവു ഇങ്ങനെ കണ്ണൊക്കെ തുറന്നു. മെഡിക്ക് കണ്ണ് തുറന്നല്ലോ, അതെ ബെഡ് സാമ്പിൾ എടുത്തോന്ന് ചോദിച്ചു. അപ്പോൾ എടുത്തെന്ന് പറഞ്ഞു. അപ്പോൾ അതെ ഇഞ്ചക്ഷൻ എടുത്തോ അങ്ങനെയൊക്കെ ചോദിക്കുക. അപ്പോൾ അരുൺ ചോദിച്ചു, ഡോക്ടർ ദേവുന് എന്താ പറ്റിയേ? കൊണ്ടുവന്നപ്പോൾ അമ്മ പറഞ്ഞിരുന്നു ശരിക്കും ഭക്ഷണം കഴിച്ചിട്ടേ ദിവസങ്ങളായി എന്ന്. അപ്പോൾ അത് കേട്ടപ്പോൾ അരുൺ ഇങ്ങനെ അന്തം വിട്ട് നോക്കുക. അത് തന്നെ ആവണം, ഫുഡ് കഴിക്കാത്തതിനാലേ പ്രഷർ കുറഞ്ഞു പോയതാണെന്ന് പറഞ്ഞു. പിന്നെ നല്ല സ്ട്രെസ്സും ഉണ്ടെന്നുള്ള കാര്യം പറയാം. അരുൺ അന്നേരം ഇവരെ തന്നെ നോക്കി ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ റിപ്പോർട്ട് വരട്ടെ, അതിനുശേഷം വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാമെന്നും പറഞ്ഞു. ഇപ്പോൾ വലിയ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല എന്നും പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് എന്തിനാ വെറുതെ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത്, സ്ട്രെസ്സിനെന്താ ഇയാൾക്ക് കാരണമുള്ളത്? അങ്ങനെ ഡോക്ടർ ഓരോന്ന് ചോദിക്കുക ദേവുവിനോട്. വീട്ടിലോ ജോലി സ്ഥലത്തോ എന്തെങ്കിലും പ്രോബ്ലം മറ്റോ ഉണ്ടോയെന്ന് ചോദിച്ചു. എന്താ മറുപടി പറയാത്തത്? അന്നേരം വേറൊന്നുമല്ല ഡോക്ടർ എന്ന് നമ്മുടെ ദേവു. അപ്പോൾ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലായി, അത് പരിഹരിക്കാൻ നോക്കണം, അല്ലാതെ പട്ടിണി കിടക്കുകയല്ല കേട്ടോ വേണ്ടതെന്നൊക്കെ ആ ഡോക്ടർ ഇങ്ങനെ ഇവരോട് പറയാം. അങ്ങനെ അതും പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് കുറച്ച് മരുന്നും കാര്യങ്ങളൊക്കെ കുറിച്ചിട്ട് അവിടെ നിന്ന് പോയി. ദേവ് വിഷമിച്ച് അവിടെ കിടക്കുന്നു. ആ സമയത്ത് മെഡിസിൻ മേടിക്കാൻ ഞാൻ മേടിച്ചുകൊണ്ട് വരാമെന്നും പറഞ്ഞ് നമ്മുടെ അരുൺ അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ അവിടെ നിൽക്കുന്ന ആ ഒരു നേഴ്സ്, ഇഞ്ചക്ഷൻ എടുത്തല്ലേ കുറച്ച് നേരം മയങ്ങും, പേടിക്കണ്ട കേട്ടോ എന്നും പറഞ്ഞാൽ നേഴ്സും അവിടെ നിന്ന് അങ്ങ് പോയി. നേഴ്സും അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ രണ്ടുപേരും ഇങ്ങനെ നിൽക്കുക. അപ്പോൾ രേവതി ചേച്ചി അറിയിച്ചോ, സച്ചേട്ടനെ അറിയിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എങ്ങനെ അറിയിക്കും, അരുണിനെ അറിയിക്കുന്ന കാര്യത്തെപ്പറ്റി ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ കാര്യം അറിയിച്ചില്ല, അദ്ദേഹം എങ്ങനെയെങ്കിലും അറിഞ്ഞു വന്നതാകുമെന്ന് ശരത്ത് പറയുക കേട്ടോ. സച്ചേട്ടൻ രേവതി ചേച്ചിയും വരുന്നുണ്ട്, അദ്ദേഹത്തെ കണ്ട പ്രശ്നമാവുമെന്ന് ശരത്ത് ചോദിക്കുക കേട്ടോ. അപ്പോൾ ദേവുവിന് ഭയങ്കര സങ്കടം. ദേവ് ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ അവിടെ കിടക്കുന്നു, പതുക്കെ മയങ്ങുവാണ്. അപ്പോഴത്തേക്കും സച്ചിയും രേവതി ഓടി ഹോസ്പിറ്റലിലേക്ക് വന്നു. എന്തു പറ്റി എൻ്റെ മോൾക്കൊന്നും ചോദിച്ച് രേവതി ഓടി വരിക. പിന്നെ ഇതുവരെ അവൾ ഉണർന്നില്ലേന്ന് ചോദിച്ചു. കുഴപ്പമൊന്നുമില്ല ചേച്ചി, ഉണർന്നിരുന്നു, ഇപ്പോൾ ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു, അതിന് സഡേഷനില്ല, മയങ്ങാണെന്ന് പറഞ്ഞു. അപ്പോൾ ദേവിന് ശരിക്കും എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പം അത് ഞങ്ങൾ വീട്ടിലേക്ക് വരുമ്പോൾ ഇവള് മുറിയിൽ ബോധമില്ലാതെ കിടക്കുമായിരുന്നു എന്ന് അമ്മ പറയാം സച്ചിയോട്. വിളിച്ചിട്ട് അവൾ കണ്ണൊന്നും തുറന്നില്ല, പെട്ടെന്ന് ഞങ്ങൾ ഇവിടേക്ക് കൊണ്ടുവരുമായിരുന്നു എന്നും അമ്മ. അല്ല ഡോക്ടർ വേറെന്താ പറഞ്ഞേ? അപ്പം 3-4 ദിവസമായി ചേച്ചി ഭക്ഷണം കഴിച്ചിട്ടെന്നുള്ള കാര്യം ശരത്ത് പറയുക കേട്ടോ. BP വളരെ കുറഞ്ഞു പോയിരുന്നു, അതാണ് ഇങ്ങനെ സംഭവിച്ചതെന്നാണ് ഡോക്ടർ പറഞ്ഞതെന്നും പിന്നെ നല്ല സ്ട്രെസ്സും ഉണ്ടെന്നാണ് പറഞ്ഞതെന്നും പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ സച്ചിക്ക് ഭയങ്കര സങ്കടം. ബ്ലഡ് ടെസ്റ്റ് ചെയ്ത റിസൾട്ടും കാര്യങ്ങളും വരാനുണ്ട്, അത് കിട്ടിയിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാമെന്ന് പറഞ്ഞു എന്നും. അപ്പോൾ മോളെ ദേവു എന്നും പറഞ്ഞ് ഇങ്ങനെ നമ്മുടെ രേവതി വിളിക്കുക, മോളെ അപ്പം നീ ഇങ്ങനെ വിളിക്കേണ്ട രേവതി, അവൾ നല്ല മയക്കത്തിലാണെന്ന് പറഞ്ഞു സച്ചി. അങ്ങനെ ഇരിക്കുമ്പം ഇവളിങ്ങനെ കാണുമ്പോൾ വിഷമം തോന്നുക എനിക്കെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രേവതി പറയുക കേട്ടോ. കുറച്ച് നാളായി ആളാകെ മാറിയതുപോലെയാണ്, അവൾക്ക് ഒന്നിലും ഒരു ശ്രദ്ധയില്ല എന്നും ഭക്ഷണമോ ഉറക്കമോ ഒന്നുമില്ല എന്നൊക്കെ അമ്മ പറയുകയാണ് കേട്ടോ. ഇവള് വീട്ടിൽ ഞാൻ തനിയെ വിട്ടിട്ട് പോകരുതായിരുന്നു, എൻ്റെ കയ്യിൽ തെറ്റാന്നൊക്കെ പറഞ്ഞ് അമ്മ കരയുമ്പോൾ അമ്മ കരയിലെ അമ്മയെ നമുക്കവളെ ശരിയാക്കി എടുക്കാമെന്ന് പറഞ്ഞു സച്ചി. അമ്മ ധൈര്യമായിട്ടിരിക്കാനും. അപ്പോഴാണ് ഈ മരുന്ന് മേടിച്ചുകൊണ്ട് അരുൺ റൂമിലേക്ക് വരുന്നത്. റൂമിലേക്ക് വന്നപ്പോഴത്തേക്കും സച്ചിയെ കണ്ടു, സച്ചി അരുണിനെയും കണ്ടു. ഇവനോ നമ്മളോട് സച്ചി ഇങ്ങനെ കൊല്ലു കയറി ഇങ്ങനെ നിൽക്കുക കേട്ടോ. ദൈവമേ, അവർക്ക് 3 പേർക്കും പേടിയായി. ഇവർ പരസ്പരം കണ്ടല്ലോ, സച്ചിക്കും ഭയങ്കര കലി, അരുണിനും കലി, രണ്ടുപേരും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാതെ ഇങ്ങനെ അവിടെ നിൽക്കുക. അപ്പോൾ ആരും ഇവനെ വിളിച്ചു വരുത്തിയതെന്ന് ചോദിച്ചു സച്ചി. ആരും വിളിച്ചു വരുത്തിയതല്ല, അദ്ദേഹമായിട്ട് വന്നതാണെന്ന് ശരത്ത് അന്നേരം പറഞ്ഞു. ഇങ്ങനെ ദേഷ്യത്തിൽ നോക്കുക. അപ്പം നീ ഞങ്ങളുടെ ആരുമല്ല,
എൻ്റെ കുടുംബത്തിന് നീയായിട്ടൊരു ബന്ധവും ഇല്ലാന്നും സച്ചി, പിന്നെ നീ എന്തിനാ ഇങ്ങോട്ട് വലിഞ്ഞു കയറി വന്നതെന്ന് അരുണിനോട് ചോദിക്കാം. സച്ചിയുടെ പതുക്കെ ഒച്ച വെക്കല്ലേ എന്ന് രേവതി പറഞ്ഞപ്പോൾ അതേ ശരത്തെ ഇവനോട് പോകാൻ പറ. അപ്പം ഞാനെന്തിനു പോകണം? ഞാൻ ദേവുവിനെ കാണാൻ വന്നതാണെന്ന് ഈ അരുൺ. അപ്പോൾ കണ്ടവന്മാരൊക്കെ എന്തിനാ ഇവളെ കാണാമെന്ന്, നീ പോടോ എന്ന് പറഞ്ഞ് സച്ചി. അപ്പോൾ ദേ ഞാൻ കണ്ടാനൊന്നുമല്ല, ഞങ്ങൾ കല്യാണം കഴിക്കാനിരിക്കുന്നവരാ. അത് നിനക്ക് കല്യാണം കഴിച്ച് തരുന്നില്ലെങ്കിലോ? നിഷ്കളങ്കയായി ഒന്നും അറിയാത്ത പെണ്ണിനെ പുറകെ നടന്ന് വലയിലാക്കുമായിരുന്നില്ലടാ. നീ അവളുടെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണം. ദേ ഇവളുടെ ഈ അവസ്ഥയ്ക്ക് കാരണം ഞാനല്ല നീയാണെന്നും പറഞ്ഞ് എന്നോടുള്ള ദേഷ്യം കാരണം നീ കല്യാണത്തിന് തടസ്സം നിന്നിട്ടാണെന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഇവരുടെ സന്തോഷമല്ലേ അത് നിനക്ക് വലുത്? നിനക്ക് നിൻ്റെ സന്തോഷമല്ലേ, അല്ലെങ്കിൽ നിൻ്റെ വാശിയല്ലേ എൻ്റെ അടുത്ത് ജയിക്കണം? അതിനിടെ നീ ഈ പാപത്തിനെ ബലിയാടാക്കുകയല്ലേ എന്ന് അരുൺ സച്ചിയോട് ചോദിച്ചു. ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര തർക്കം. ഇവളിങ്ങനെ കിടക്കുന്നതിന് കാരണം നീ തന്നെയാണെന്ന് പറയുമ്പം അപ്പോൾ കുറ്റം മുഴുവൻ എനിക്കായല്ലേ? എൻ്റെ വാശിയല്ല, ഇവളുടെ ജീവിതമാണ് എനിക്ക് വലുത് എന്ന് സച്ചി. അതുകൊണ്ടാണ് നിന്നെപ്പോലെ ഒരുത്തിന് കെട്ടിച്ച് തരാത്തതെന്നും സച്ചി പറയുവാണ്. ഷോ എന്ന് പറഞ്ഞ് രേവതി ഇങ്ങനെ നോക്കുന്നു. ഇവൾ എൻ്റെ വീട്ടിലെ പെണ്ണാ, എൻ്റെ അനിയത്തിയാ, ഇവളെ ആർക്ക് കെട്ടിച്ച് കൊടുക്കണമെന്ന് ഞാനും അമ്മയും കൂടി തീരുമാനിക്കുമെന്നും പറഞ്ഞു. നീ ഇവിടെ നിന്ന് പോകുന്നതാണ് നിനക്ക് നല്ലത്. അന്നേരം ഷോ എന്താ സച്ചിയേട്ടാ ഇത്? ദേ ആൾക്കാരൊക്കെ കേൾക്കും. അപ്പോൾ ഇവൻ പറഞ്ഞു നീ കേട്ടതല്ലേ? ഇത് ഞാൻ കാരണം അത്രേ ഇവൾ ഈ അവസ്ഥയിലായിരിക്കുന്നത്. നീ കേട്ടില്ല രേവതി? അവൾ ഉണ്ണാതെ ഉറങ്ങാതെ ഇരിക്കാനും കാരണം നീ ഇവനാ. അപ്പം നീ ഞങ്ങളെ പിരിക്കാൻ നോക്കി, ആ ഒരു വിഷമത്തിൽ അവൾ ഇങ്ങനെ ആയതെന്ന് പറഞ്ഞപ്പോൾ അതേ വേണ്ട, കൂടുതൽ സംസാരിക്കാതെ പോകുന്ന നിനക്ക് നല്ലതെന്ന് പറഞ്ഞു. പോയില്ലെങ്കിൽ നീ എന്ത് ചെയ്യൂടാ എന്ന് ചോദിച്ചുകൊണ്ട് ഇതേ രണ്ടുപേരും കൂടെ ഉന്തായി തള്ളായി പിടിയും വലിയും ഒക്കെ ആയി. അപ്പോഴത്തേക്കും ദേവ് എഴുന്നേറ്റപ്പോൾ കാണുന്നത് ഇവർ പിടിയും വലിയും നടത്തുന്നതാണ്. സച്ചേട്ടാ ഞാൻ പറയുന്ന കേൾക്കെന്ന് പറഞ്ഞു ഇവർ. അപ്പോഴത്തേക്കും ആ നേഴ്സ് ഓടി വന്നു, എന്താ ഇവിടെ എന്ത് നടത്തുന്നതെന്നും പറഞ്ഞു. അപ്പോഴത്തേക്കും സച്ചി ഏട്ടാന്നും പറഞ്ഞുകൊണ്ട് ദേ നമ്മുടെ രേവതി പിടിച്ചു വലിച്ച് സച്ചിയെ കൊണ്ടുപോകണു. അവരങ്ങ് പോയി. ആ സമയത്ത് നമ്മുടെ അരുൺ ആ മരുന്ന് അവിടെ വെച്ചിട്ട് ദേഷ്യപ്പെട്ട അരുണും അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. രേവതി പുറത്ത് കൊണ്ടുപോയിട്ട് സച്ചിയോട്ടോ എന്താ ഇതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അരുൺ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. എന്താ നിങ്ങൾ രണ്ടുപേരും ഈ കാണിക്കുന്നേ? നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചുകൊണ്ട് രേവതി ദേഷ്യപ്പെടും. അപ്പോൾ അവിടെയുള്ളവരൊക്കെ കേൾക്കുക, എൻ്റെ അനിയത്തി അവിടെ വയ്യാതെ കിടക്കുക, ആ ഒരു ബോധമുണ്ടോ നിങ്ങൾക്ക് രണ്ടുപേർക്കും? അപ്പോൾ അത് രേവതി പറയുന്നൊക്കെ കേട്ട് ഇല് കടിച്ച് നിൽക്കുക രണ്ടുപേരും. നിങ്ങൾക്ക് രണ്ടുപേർക്കും വഴക്കിടണമെങ്കിൽ പുറത്ത് പോയി വഴക്കിടണം. അപ്പം ഞാനാണോ തുടങ്ങി വെച്ചതെന്ന് സച്ചി ചോദിച്ചു. ഇവനിവിടേക്ക് വന്നില്ലെങ്കിൽ പ്രശ്നം ഉണ്ടാകുമായിരുന്നു എന്ന് സച്ചി ചോദിക്കുക. നീ ഇവനോട് ചോദിക്കുന്നത് എന്നോട് എന്തിനു ദേഷ്യപ്പെടുന്നെന്ന് സച്ചി രേവതിയോട് ചോദിക്കുക കേട്ടോ. അപ്പോഴും അരുൺ ഇങ്ങനെ ദേഷ്യത്തിൽ നോക്കി നിൽക്കാം. ഇവനിവിടെ നിൽക്കട്ടെ, ഞാൻ പോയേക്കാവെന്ന് പറഞ്ഞ് നമ്മുടെ സച്ചി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകണം. സച്ചേട്ടാ എന്ന് പറഞ്ഞ് രേവതി വിളിച്ചു. അമ്മയും ശരത്തൊക്കെ സച്ചി പുറകിൽ നിന്ന് വിളിക്കുക. ആര് കേൾക്കാൻ, എവിടെ കേൾക്കാൻ? തുള്ളിച്ചാടി സച്ചി അവിടെ നിന്ന് അങ്ങ് പോയി. ആ സമയത്ത് നമ്മുടെ അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യം. നോക്കരുൺ, ഈ പ്രശ്നങ്ങളൊക്കെ നീ കാരണമാണെന്ന് അമ്മ അന്നേരം അരുണിനോട് പറയുക. ഞാൻ നിൻ്റെ അമ്മയോട് പറഞ്ഞതാ സച്ചിയുടെ സമ്മതം ഇല്ലാതെ ഈ കല്യാണം നടക്കില്ല എന്ന്. പിന്നെ എന്തിനാ വീണ്ടും അവളുടെ പിന്നാലെ നീ ഇങ്ങനെ വരുന്നത് എന്ന് അരുണിനോട് ചോദിക്കുക കേട്ടോ. ഉപദ്രവിക്കരുത് പ്ലീസ് എന്നും പറഞ്ഞുകൊണ്ട് അമ്മ ഇങ്ങനെ അരുൺ പോ എന്ന് പറഞ്ഞ് അരുണിനെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. അമ്മ അകത്തേക്ക് കയറിപ്പോയി. രേവതി ഇങ്ങനെ ആകെ സങ്കടത്തിൽ നിൽക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ വർഷയും ശ്രീകാന്തും കൂടി ഇങ്ങനെ അവിടെ ഇരിക്കുകയാണ്. ആ സമയത്ത് പാട്ട് കേൾക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സമയത്ത് പാട്ട് കേൾക്കുന്നത് വളരെ നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീകാന്ത് പാട്ടൊക്കെ വെച്ച് കൊടുക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോഴത്തേക്കും മഹിമയും മധുസൂദനനും കൂടി ഇത് കാണുന്നു. നോക്കിക്കേ ഇത് കണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുക കേട്ടോ. എന്തൊരു സ്നേഹ രണ്ടുപേരും തമ്മിൽ. എനിക്ക് നമ്മുടെ പഴയ കാലം ഓർമ്മ വരുന്നത് എന്ന് മഹിമയോട് മധുസൂദനം പറയുന്നു. മഹിമയ്ക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ ശ്രീകാന്ത് ഫോണിങ് തരാൻ പറഞ്ഞു. ഫോൺ താന്നും പറഞ്ഞുകൊണ്ട് അത് വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വർഷ പാട്ട് വയ്ക്കുക. അത് അടിച്ച് പൊളിപ്പാട്ട്. ഈ പാട്ടൊക്കെ വേണോ? നല്ല മെലഡി സോങ്സ് അല്ലേ നല്ലത് എന്നിങ്ങനെ ശ്രീകാന്ത് ചോദിച്ചു. എന്ന് നിന്നോട് ആരാ പറഞ്ഞത്? ഈ മ്യൂസിക് കേട്ടാൽ പിറക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെ സ്വഭാവം ഇതുപോലെ ആയിരിക്കും, ഒരുമാതിരി പൊട്ടിത്തെറിച്ച സ്വഭാവമായിരിക്കും. ആ ഫോണിൽ നിന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി പിടിയും വലിയുമായി. ഒരാൾ പാട്ട് വയ്ക്കുന്നു, ഒരാൾ ഓഫ് ചെയ്യുന്നു, പിന്നെ ഒരാൾ മെലഡി വയ്ക്കുന്നു, പിന്നെ ഒരാൾ ഒച്ചയ്ക്ക് പാട്ട് വയ്ക്കുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളുമൊക്കെ ആയി രണ്ടുപേരും കൂടി ആ പിടിയും വലിയും കണ്ട് മധുസൂദനും മഹിമ അന്തം വിട്ടിങ്ങനെ നിൽക്കുക. അവർ തമ്മിൽ വഴക്കുണ്ടാക്കുക. ഇന്നിപ്പോൾ എന്തെങ്കിലും നടക്കുമോ? സാധ്യതയുണ്ട് എന്ന് മധുസൂദൻ പറയുന്നു. എന്നാലും ഞാൻ മുറിയിൽ പോയിരുന്നു, എനിക്ക് ഇഷ്ടമുള്ള മ്യൂസിക് കേട്ടോളാം എന്ന് പറഞ്ഞുകൊണ്ട് വർഷം അവിടെ നിന്ന് അങ്ങ് പോയി. പിന്നെ നിന്നെ അത് കേൾക്കാൻ ഞാൻ വിട്ടിട്ട് വേണ്ടേടി എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് പിന്നാലെ പോകണം. അപ്പോൾ രണ്ടുപേർക്കും കുട്ടിക്കളി ഇനിയും മാറിയിട്ടില്ല എന്ന് മധുസൂദനൻ അന്നേരം പറയാം. ഇനി ഇവർക്ക് പറക്കുന്ന കുഞ്ഞിൻ്റെ കാര്യം എന്താവോ എന്തോ. അങ്ങനെ അവർ രണ്ടുപേരും കൊണ്ട് ഇതും പറഞ്ഞു നിൽക്കുന്നു. പിന്നെ ദേവുവിന് മരുന്നൊക്കെ കൊടുക്കുക നമ്മുടെ രേവതി. അപ്പോൾ സച്ചി പോയതിനെ പറ്റി ഇങ്ങനെ പറയുന്നു. അപ്പോൾ അരുണിൻ്റെ കാര്യവും അമ്മ അവിടെ നിന്ന് പറയാം. അമ്മയൊന്നും മിണ്ടാതിരിക്കാൻ പറയുന്നേരം നമ്മുടെ ശരത്ത്, ഒരാളെ ഇഷ്ടപ്പെടുന്നത് കുറ്റമാണോ? ഈ കാര്യത്തിലേ നമ്മളാ കുറ്റക്കാരെന്ന് നമ്മുടെ രേവതി പറഞ്ഞു. അവളുടെ ആഗ്രഹം ശരിക്കും നടത്തി കൊടുക്കായിരുന്നില്ലേ നമ്മൾ ചെയ്യേണ്ടിയിരുന്നേ, അല്ലാതെ ഇങ്ങനെ കുറ്റപ്പെടുത്തുകയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് പേടിയാവുക. നീ കണ്ടതല്ലേ ശരിക്കും എല്ലാം ശത്രുക്കളെ പോലെ.
പരസ്പര ബന്ധമില്ലാതെ അല്ലെങ്കിൽ ബോധമില്ലാതെ അവർ കൂട്ടിമുട്ടിയത്. ഇങ്ങനെ പോയാൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. അമ്മേ, പെട്ടെന്ന് അരുണിനെ ഇവിടെ കണ്ടപ്പോൾ സച്ചേട്ടന് ദേഷ്യം വന്നതാന്നേ. അദ്ദേഹത്തിൻ്റെ ഉള്ളിലൊന്ന് വെച്ച് പുറത്തൊന്ന് പ്രകടിപ്പിക്കാൻ അറിയില്ലെന്ന് അമ്മയ്ക്ക് അറിയില്ലേന്ന് ചോദിച്ചു. പ്രതികരിക്കാൻ തോന്നി അദ്ദേഹം പ്രതികരിക്കും, തല്ലാൻ തോന്നി അദ്ദേഹം തല്ലും. അല്ലാതെ അമ്മ വിചാരിക്കുന്നത് പോലെ വെട്ടാനും കൊല്ലാനൊന്നും പോവില്ല. അപ്പം എന്തായാലും അവർ തമ്മിലുള്ള പ്രശ്നം തുടങ്ങി വെച്ചത് അരുണേട്ടനാണ്. സച്ചേട്ടനെ കുറ്റം പറയാൻ പറ്റില്ല എന്ന് നമ്മുടെ ശരത്ത് അന്നേരം പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ അരുണേട്ടനെ പരിചയപ്പെട്ടിട്ട് കുറേ നാളായി. അദ്ദേഹത്തിൽ ഒരു കുറ്റവും കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് നമ്മുടെ ദേവു. കല്യാണം വേണ്ടാന്ന് പറഞ്ഞ് ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത് തന്നെ അദ്ദേഹത്തെ കണ്ടുമുട്ടിയപ്പോഴാണെന്നും ദേവു. അദ്ദേഹം നല്ലവനമ്മേ. തെറ്റിദ്ധാരണയുടെ പുറത്താ അദ്ദേഹത്തെക്കുറിച്ച് ചിലരൊക്കെ മോശം പറയുന്നതെന്ന് പറഞ്ഞു ദേവു ഇങ്ങനെ പറയുന്നു. ആര് നല്ലവൻ ആര് മോശം എന്നുള്ളതല്ല ഇപ്പോഴത്തെ ഇവിടുത്തെ വിഷയം. ഇങ്ങനെ പോയാൽ ഇത് എവിടെ ചെന്ന് അവസാനിക്കും എന്നുള്ളതാണ് പ്രശ്നമെന്നുള്ള കാര്യം പറയുകയാണ്. അപ്പോൾ രേവതിയോട് ദേഷ്യപ്പെട്ടിട്ടാണ് സച്ചി പോയിരിക്കുന്നത്. അരുണിനെ നമ്മൾ വിളിച്ചു വരുത്തിയെന്നാണ് അവൻ കരുതിയിരിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ എന്ത് ചെയ്യും മോളെ? നോക്ക്, ഇനി ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നമോ കാര്യങ്ങളോ ഉണ്ടാവുമോ എന്ന് ചോദിച്ചു. എന്ത് പ്രശ്നം അമ്മേ? അമ്മ എന്തിനാ വെറുതെ ഇങ്ങനെ പേടിക്കുന്നേ? അതിൻ്റെ ആവശ്യം എന്താ? ഇവിടെ ഇങ്ങനെയൊക്കെ നടന്നതിൻ്റെ പേരിൽ ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാവാൻ പോകുന്നില്ല എന്ന് രേവതി പറഞ്ഞു. എന്നാലും നീ അവനെ തന്നെ തെരഞ്ഞു പിടിച്ച് കണ്ടെത്തിയല്ലോടി, വേറെ ആരും കിട്ടിയില്ലേടി നിനക്ക് എന്നൊക്കെ ചോദിച്ച് ഭയങ്കര ഇത്. അപ്പം അമ്മയൊന്നും മിണ്ടാതിരിക്കുക അമ്മേ, അവൾക്ക് കുറച്ച് സമാധാനം കൊടുക്കാൻ പറഞ്ഞു. അവളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ അമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പം നീ പറഞ്ഞത് ശരിയാ, ഈ പ്രായത്തിൽ ഇങ്ങനെ ഒരു മാനസികാവസ്ഥ എനിക്കും ഉണ്ടായിട്ടില്ല എന്ന് നമ്മുടെ അമ്മ. ഞാൻ എൻ്റെ അച്ഛനും അമ്മയും ചൂണ്ടിക്കാണിച്ച് നാളെ തന്നെയാണ് കല്യാണം കഴിച്ചതെന്നും പറഞ്ഞു. ഇവിടെയൊക്കെ എന്താ വേണ്ടെന്നറിയാമെന്ന് ചോദിച്ച് നിൽക്കുമ്പോൾ അമ്മ അവൾക്ക് സുഖമില്ലാതിരിക്കില്ല, അമ്മ എന്തിനാ അവളിങ്ങനെ വഴക്ക് പറയുന്നു ചോദിച്ചു. മോളെ, നീ ആവശ്യമില്ലാത്തവൻ ചിന്തിച്ചു കൂട്ടല്ലേ. സച്ചേട്ടൻ എന്നും നമ്മുടെ കുടുംബത്തിലുണ്ടാവും. അപ്പോൾ അത് അതിൻ്റെ വഴിക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞു. ഇവളുടെ ഈ ഒരു പ്രശ്നം കാരണം സച്ചി നമ്മളോട് എല്ലാവരോടും വേണമെങ്കിൽ നമ്മളെല്ലാം ഉപേക്ഷിച്ച് പോകുമെന്ന് എൻ്റെ പേടിയെന്നൊക്കെ ഇങ്ങനെ അമ്മ പറയുമ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അമ്മ ധൈര്യമായിട്ടിരിക്കുക, നമ്മുടെ രേവതി പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ഇവർ അരുണും ദേവുമായിട്ടുള്ള വിവാഹം നടക്കില്ല എന്നുള്ള രീതിയിൽ തന്നെ സംസാരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നേ. പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചന്ദ്ര. അപ്പോൾ ചന്ദ്ര വയറും തിരുമിയാലും നടക്കുക, വിശന്നിട്ട് സഹിക്കാൻ മേലെ. ഈ പൂക്കാരി ഇത് എവിടെ പോയി കിടക്കുക? നാശം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ന് നടപ്പം. അപ്പോഴാണ് രേവതി വീട്ടിലേക്ക് വരുന്നത്. നീ ഇത് എവിടെ പോയി കിടക്കായിരുന്നോടി എന്ന് ചോദിച്ചുകൊണ്ട് രേവതിയോട് ഒച്ച വെച്ചു. അമ്മ, ഞാൻ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടല്ലേ പോയത് എന്ന് രേവതി ചോദിക്കും കേട്ടോ. മനുഷ്യന് വിശന്നിട്ട് മേലെന്നും പറഞ്ഞുകൊണ്ട് പോയി പേടിപ്പിച്ചപ്പം അടുക്കളയിൽ കയറി അമ്മയ്ക്ക് നോക്കിക്കൂടെ, അതിന് പോലും അമ്മയ്ക്ക് മടിയാണോ എന്ന് ചോദിച്ചു. തർക്കുത്തരം പറയുന്നോടി അഹങ്കാരി എന്നും ചോദിച്ചുകൊണ്ട് ഭയങ്കര ഒച്ച. അപ്പോൾ അതേ നമ്മുടെ രവിയേട്ടൻ ഇത് കേട്ടുകൊണ്ട് വരും. അപ്പോൾ പോകുമ്പോൾ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയിക്കുന്നത്, നിനക്ക് പറഞ്ഞിട്ട് പോയാലെന്താടി എന്ന് ചോദിച്ചു. അല്ലെങ്കിൽ അതെടുത്ത് ആ മേശ മേലൊന്ന് അടച്ചു വെച്ചുകൂടി നിനക്ക്, അപ്പോൾ പിന്നെ എനിക്കത് കാണാൻ പറ്റത്തില്ലേ? അന്നേരം ചന്ദ്രേ നോക്ക്, നിനക്ക് വേണമെങ്കിൽ അകത്ത് പോയി എടുത്ത് കഴിക്കാൻ നോക്കും. കറങ്ങാൻ പോയതൊന്നുമല്ല, ഹോസ്പിറ്റലിൽ പോയിട്ട് വരിക. ഹോസ്പിറ്റലിൽ പോകാനോ? അതിന് ഇവളെ കണ്ടിട്ട് ഇവൾക്ക് അസുഖമുള്ളതുപോലും തോന്നിയില്ലല്ലോ. അപ്പോൾ രേവതിക്ക് ഭയങ്കര സങ്കടം. അപ്പോൾ അവൾക്കല്ല അസുഖം, അവളുടെ അനിയത്തി ദേവുവിനാണെന്ന് പറഞ്ഞു. അപ്പോൾ ചന്ദ്ര ഇങ്ങനെ നോക്കുക, ദേവുവിനോ? അവളെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോയതായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ മോളെ, ദേവുവിനിപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. അത് പിന്നെ ഇപ്പോൾ സുഖം വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, നാളെ ഡിസ്ചാർജ് ചെയ്യുമെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അല്ല, എന്താ ശരിക്കും അവൾക്ക് അസുഖം? അല്ലെങ്കിൽ വേണ്ട പറയണ്ട, ഇവളുടെ വീട്ടുകാരുടെ കഥ ആർക്ക് കേൾക്കണമെന്നും പറഞ്ഞിട്ട് ചന്ദ്ര തുള്ളിച്ചാടി അകത്തേക്ക് കയറിപ്പോയി. പിന്നെ നമ്മുടെ രേവതി അച്ഛനുമായിട്ട് നിന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് രേവതിക്ക് ഭയങ്കര പേടിയൊക്കെ രേവതി ഇങ്ങനെ അച്ഛനോട് പറയുവാണ്. അതിനുശേഷം പിന്നെ സച്ചി പറയുന്ന കാര്യങ്ങൾ, സച്ചി ഇടഞ്ഞു നിൽക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം രേവതി പറഞ്ഞു. അപ്പം നമ്മൾ വിഷമിക്കേണ്ട, സച്ചി വരട്ടെ, ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞ രേവതിയുടെ മുന്നിൽ നിന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷൻ കാണിച്ച് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ, സീ അഗെയിൻ, ടേക്ക് കെയർ, ബൈ ബൈ.